ഹായ്, എൻ്റെ പേര് മുഹമ്മദ് റിഹാൻ എന്നാണ്. ഞാൻ എറണാകുളത്ത് നിന്നാണ്. ഞാൻ എൻ്റെ +1 +2 KEIM ആനത്ത് നിന്നാണ് ചെയ്തത്. എൻ്റെ ഫാദർ ഡോക്ടർ സാബു എൻ, ഫാദർ GMC കളമശ്ശേരിയിലെ ENT സർജനാണ്. അതെൻ്റെ മദർ GMC കളമശ്ശേരിയിൽ തന്നെ ഡെൻറ്റിസ്റ്റാണ്, ഡോക്ടർ ആമിന. ഇത് എൻ്റെ സിസ്റ്ററാണ്, നൗറീൻ മറിയം. നൗറീൻ ഇപ്പോൾ 7th പഠിക്കുകയാണ്. റേഹാൻ, ഈ ഒരു സ്കോർ 700 മോളിൽ സ്കോർ എക്സ്പെക്ട് ചെയ്തിരുന്നു ശരിക്കും? ഇല്ല, ഞാൻ ഡ്രീം സ്കോറാണ് 700+ എന്നുള്ളത്. എക്സ്പെക്ട് ചെയ്തിരുന്നു ശരിക്കും? ഇല്ല, ഞാൻ ആക്ച്വലി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന സ്കോറേ അല്ലാതെ. അതായത് എനിക്കിപ്പം ബേസിക്സ് ഞാൻ ക്ലിയർ ചെയ്തിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിരുന്നു. പക്ഷേ ബ്രില്ലിൻ്റെ മോഡൽ എക്സാംസിലാണെങ്കിലും ആ 700 ഒന്ന് എത്താൻ അത്യാവശ്യം പാടായിരുന്നു. എനിക്ക് മോഡൽ എക്സാംസിന് ഇതുവരെ 700 എത്തിയിട്ടില്ല. അപ്പം 700 കിട്ടിയപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. എക്സ്പെക്റ്റഡ് സ്കോർ അല്ലായിരുന്നു, പക്ഷെ എനിക്ക് എന്നിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങളെപ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏറ്റവും ബെസ്റ്റ് വേണ്ടത് നീറ്റ് എക്സാമിനാന്ന് പറയുന്നതാണ്. ഇവിടെ റേഖാന്റെ കേസിൽ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. എക്സാം അതുവരെയും 700 എന്നുള്ളൊരു സ്കോർ വന്നിട്ടില്ല. നീറ്റിന് ഏറ്റവും ബെസ്റ്റ് സ്കോർ തന്നെ കിട്ടി. അതാണ് ശരിക്കും വേണ്ടത്. വെരി ഗുഡ്. അതുപോലെ നീറ്റ് പ്രിപ്പറേഷൻ, സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു? എനിക്കൊരു ക്ലിയർ കട്ട് സ്റ്റഡി പ്ലാൻ അങ്ങനെ പറയാനൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഡെയിലി എൻ്റെ ബേസിക്സ് ക്ലിയർ, ലാസ്റ്റ് 3 months എൻ്റെ ബേസിക്സ് അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ബ്രില്യൻ്റിൽ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരും. ഞാൻ ശരിക്കും യൂട്ടിലൈസ് ചെയ്തത് ലേണിംഗ് ആപ്പാണ്. അതായത് ആ ലാസ്റ്റ് 3 months ഞങ്ങൾക്ക് പ്രിപ്പറേറ്ററി മോഡൽസ് എല്ലാം എക്സാമിന് മുമ്പ് തരുമായിരുന്നു. അപ്പോൾ അതിലത്തെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ബ്രില്യൻ്റ് പേപ്പേഴ്സ് തന്നെയാണെങ്കിലും നമ്മുടെ നീറ്റ് പാറ്റേൺ തന്നെയാണ് വരിക. ആ കുറച്ച് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. നമുക്ക് ആ പാറ്റേൺ റെക്കഗ്നിഷൻ നല്ല രീതിയിൽ കിട്ടും. പിന്നെ ആ ടഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പാട് ക്വസ്റ്റ്യൻസ് എങ്ങാനും വരുവാണെങ്കിൽ പതറാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നു. ശരിക്കും ആ ബ്രില്യൻ്റ് ആ ലാസ്റ്റ് ഒരു 3 months അവർ എത്രയോ എക്സാംസ് നടത്തിയിട്ടുണ്ടോ, അവർ കുറേ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും ഹെൽപ്ഫുൾ ആയിരുന്നത്. പിന്നെ ഡെയിലി പോർഷൻസിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ ബാക്ക്ലോഗൊക്കെ മാക്സിമം ക്ലിയർ ചെയ്യാൻ നോക്കി. ആൻഡ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഡെയിലി പോർഷൻസ് മാക്സിമം തീർത്തു പോകാൻ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വർക്ക് ബുക്ക് സബ്മിഷനൊക്കെ ഈ പോർഷൻസ് തീരുന്ന അനുസരിച്ചായിരുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടാവും പോർഷൻസൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അതുകൊണ്ട് അതും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ എന്താണ് ശരിക്കും തോന്നിയത്? എക്സാം എഴുതി കഴിയുമ്പോൾ എനിക്ക് ആക്ച്വലി അത്യാവശ്യം സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പഠിച്ച പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് അത്യാവശ്യം ഹാപ്പി ആയിരുന്നു എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ. പിന്നെ റിസൾട്ട് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നില്ലേ? എല്ലാവർക്കും അത്യാവശ്യം നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന സ്കോർ 690 ആയിരുന്നു. ബട്ട് ഞാൻ ആൻസർ ടാലി ചെയ്ത് നോക്കിയപ്പോൾ 700 ആണെന്ന് അറിഞ്ഞപ്പോൾ നല്ല സന്തോഷം ഉണ്ടായി. എൻ്റെ കുറേ ഫ്രണ്ട്സ് ബ്രില്യൻ്റിൽ ജോയിൻ. ഞാൻ എൻ്റെ എക്സാം എഴുതിയിരുന്നു, സ്ക്രീനിങ് എക്സാം. അപ്പം എനിക്ക് കിട്ടി. എൻ്റെ കുറേ ഫ്രണ്ട്സ് ആ സമയത്ത് ബ്രില്യൻ്റ് ഓപ്റ്റ് ചെയ്തിരുന്നു, +1 +2 ഇൻറ്റിഗ്രേറ്റഡ് ബാച്ച് ആയിട്ട്. അതുകൊണ്ട് ഞാനും ഇതിൽ തന്നെ നാച്ചുറലി പോയി. നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളും വളരെ നല്ലതായിരുന്നു. ബ്രില്യൻ്റെ ടീച്ചിങ് ഫാക്കൽറ്റി ഭയങ്കര നല്ലതാണ്. അവരെല്ലാവരും ഭയങ്കര ആ സബ്ജക്റ്റ് ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള രീതിയിൽ അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ക്ലാസ്സസ് എല്ലാം. ഈ MBBS ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? അച്ഛൻ അമ്മയും ഡോക്ടേഴ്സ് ആയതുകൊണ്ടാണ്? അതെ, സ്വന്തം ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ആക്ച്വലി എൻ്റെ പേരൻസിന് അത്ര താല്പര്യമില്ലാത്ത ഫീൽഡാണ് MBBS. എന്നാലും ഇവർ കൊച്ചിലെ മുതൽ ഇങ്ങനെ ഓരോ കേസസിൻ്റെ ഡിസ്കഷൻസ് ഉണ്ടല്ലോ, അതിങ്ങനെ കേട്ട് കണ്ടീഷനിങ് ആയി വന്നതുകൊണ്ടാണെന്ന് തോന്നും മെഡിസിൻ ഓപ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് തോന്നിയത്. നമ്മുടെ ഇപ്പോൾ ഇനി 2025 നീറ്റ് എഴുതാൻ പോണ സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റുന്ന മോട്ടിവേഷൻ ഉണ്ട്? നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ഡെയിലി പോർഷൻ ക്ലിയർ ചെയ്ത് പോവുക. പിന്നെ നമുക്ക് ചില എക്സാമിനൊക്കെ മാർക്കൊക്കെ ഇച്ചിരി കുറയും. അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. ഇപ്പം എനിക്ക് ചില മോഡൽ എക്സാംസിനൊക്കെ 500 ഒക്കെ ചിലപ്പോൾ 590 ഒക്കെ പോയിട്ടുണ്ട്. അപ്പം അതൊന്നും നമ്മൾ മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ ആ വിഷമം അത് കുറച്ച് നേരത്തേക്ക് മാത്രം വെച്ചിട്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകണം. അത് തന്നെയാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. നോക്കുക, നമ്മൾ ഒരിക്കലും ഹോപ്പ് വിടരുത്. അതാണ് പറയാനുള്ളത്. ലാസ്റ്റ് ഒരു നമ്മുടെ മോഡൽ എക്സാമിന്റെ ഒക്കെ സമയത്ത് ഒരു സിറ്റുവേഷൻ, ഏറ്റവും കൂടുതൽ ബ്ലഡ് സ്ട്രെസ് ഉള്ള ഒരു സമയമാണ് അല്ലെ? ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു സ്റ്റഡി പ്ലാൻ? എങ്ങനെയാണ്? എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിരുന്നോ? ഇല്ല, ചേഞ്ചസ് ഒന്നും വരുത്തിയിരുന്നില്ല. ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്ന രീതിയിൽ തന്നെയായിരുന്നു ഞാൻ പഠിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം 7 to 8 hours ഒരു ദിവസം പഠിക്കാൻ അത്ര പാടില്ലായിരുന്നു എനിക്ക്, എന്നാൽ അതിൽ കൂടുതൽ പഠിക്കായിരുന്നു. പിന്നെ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത്ര സ്ട്രെസ് ഇങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു എല്ലാവരും. ഓവറോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഈ 2 years? ആക്ച്വലി എനിക്ക് ബ്രില്യൻ്റ് ഇല്ലാതെ ഇത് പറ്റുമെന്ന് എനിക്ക് ശരിക്കും തോന്നുന്നില്ല. എൻ്റെ ക്ലാസ് തന്നെ എല്ലാവരും ഇങ്ങനെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരായിരുന്നു.
പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ റീനു മാമും എൻ്റെ സെൻറ്റർ കോർഡിനേറ്റർ ബിജു സാർ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും എനിക്ക് പറ്റത്തേ ഇല്ലായിരുന്നു. ബിജു സാറാണ് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു എനിക്ക്. സാർ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ വിളിച്ച് ഉപദേശിക്കും. പിന്നെ സാറ് പേഴ്സണലി ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് തന്നു, കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നു. അങ്ങനെ സാർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. സാർ ഭയങ്കര നല്ലതാണ്. ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമ്മുടെ ഈ 3 സബ്ജക്റ്റിൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടത് ബയോളജിയാണ്. പക്ഷെ ഞാൻ കൂടുതൽ സമയം ഫിസിക്സിനായിരുന്നു കൊടുത്തിരുന്നത്. കാരണം ഫിസിക്സ് എനിക്ക് ഇച്ചിരി ടഫായിരുന്നു. ഫിസിക്സിന് വേണ്ടി ചെലവഴിച്ചത്. പഠിക്കുന്ന കാര്യത്തിൽ റൈഹാൻ എങ്ങനെയായിരുന്നു സാറിൻ്റെ കാഴ്ചപ്പാടല്ലേ ഇതുവരെയുള്ള? ആദ്യം മുതലേ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ കൂടുതലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഒരുപാട് ഇൻവോൾവ് ആയിരുന്നു. പക്ഷേ എന്നാലും പഠിത്തത്തിൽ തീരെ മോശമായിരുന്നില്ല. പിന്നെ ഇത്ര ഹൈ സ്കോർ കിട്ടുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് ബ്രില്യൻറ്റിൻ്റെ ട്രെയിനിങ്ങും കൊണ്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത നൗറിനോടൊരു കാര്യം ചോദിക്കാം. എന്താണ് മോളുടെ ആഗ്രഹം? ഇപ്പോൾ അച്ഛനും അമ്മയും ഡോക്ടേഴ്സ് ആണ്, ചേട്ടായി അഡ്മിഷൻ എടുക്കാൻ പോകുന്നു. ചേട്ടൻ മോളുടെ ഡ്രീം എന്താണ്? എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ഡ്രീം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ചേട്ടന് ഒരു 700 കിട്ടി. പിന്നെ ഇങ്ങനെ മെഡിക്കൽ എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടോ എനിക്കും ചെറുതായിട്ട് ഇപ്പോൾ തുടങ്ങി അല്ലേ? ഓക്കെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.